ഈ വൺ ഡേ ഹൈ എന്നുള്ളത് ഉണ്ടല്ലോ, അതൊരു ട്രെയിൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലൈവ് സ്ട്രീം നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. പക്ഷെ നമുക്കതൊരു എൻട്രി സെറ്റപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല. നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഈ 1 hour ഈ സീറ്റിന് ശേഷം ഇവിടെ 5 മിനിറ്റിനും ഒരു FAQ ഉണ്ടായിരുന്നു, അതുപോലെ 50 മിനിറ്റിൽ ഒരു FAQ ഉണ്ടായിരുന്നു. അത് രണ്ടും ഇനി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ പിന്നെ മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഈ 5 മിനിറ്റ് നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ ഈ 15 മിനിറ്റിൽ ബ്രേക്ക്ഔട്ട് സെറ്റ് വന്നിട്ട് നേരെ മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ അവിടെ ഉണ്ടായി. നമുക്കൊരു കറക്റ്റ് ഒരു എൻട്രി സെറ്റപ്പ് നമുക്ക് ഇവിടെ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും മാർക്കറ്റ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല നമുക്ക് ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 hour വരുമ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഈ ബ്രേക്ക്ഔട്ട് സെഷന് താഴെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇതാണെങ്കിൽ ഈ 4 hour ആയെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം. ഈ 4 hour ഡിമാൻഡ് സോൺ വരുമ്പോൾ ഇതാണ് നമ്മൾ ഡിമാൻഡ് ആയിട്ടാണ് 4 hour മാർക്കറ്റിംഗ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു ബുള്ളിഷ് ആൻഡ് ഗ്ലിപ്പിംഗ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ആയിട്ട് 5 മിനിറ്റിൽ കാണുമ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാം. ഇതാണ് ഇപ്പോൾ അടുത്തൊരു ഇതെടുക്കുന്നത്. ഇവിടെ ഈ ഒരു ലൈനല്ലേ ബ്ലാക്ക്, ഇത് നമുക്ക് ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന 4 hour ഒരു സപ്ലൈ സോൺ ആയിരുന്നു. അത് ഏകദേശം ഇതായിട്ടുണ്ട്, ടാപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വൺ ഡേ ഹവറിൽ ഈ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടാകുമല്ലോ, അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഇപ്പോൾ നോക്കുന്നത്. അത് നമ്മൾ ഈ ഡിമാൻഡ് സോൺ എത്രത്തോളം സ്ട്രോങ് ആണെന്നനുസരിച്ചായിരിക്കും ഇങ്ങോട്ട് എൻട്രി എടുക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ 1 day ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു പൈസ സെറ്റപ്പ് എടുക്കാം. അതിനുശേഷം അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു എൻട്രി സെറ്റപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മിസ് ഔട്ടായി. ഇനി നമുക്ക് ഈ ഡിമാൻഡ് സോണിലേക്ക് എത്തുന്നുണ്ട്, എന്നിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം 4 hour ബുള്ളിഷാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത എൻട്രി നമുക്ക് ഒരു ലൈവ് സ്ട്രീമിൽ കാണണം.